മനുചേട്ടാ സ്വാഗതം. നമസ്കാരം. വലഞ്ചുഴി എന്നുള്ള സ്ഥലപ്പേരാണല്ലേ? സ്ഥലപ്പേരാണ് വലഞ്ചുഴി എന്നുള്ള. എവിടെയായിട്ട് വരും? നമസ്കാരം. നമസ്കാരം. വലഞ്ചുഴി എന്ന ഗ്രാമം പത്തനംതിട്ട ജില്ലയിലാണ്. മനോജ് വലഞ്ചുഴി എന്നാണ് അറിയപ്പെടുന്നത്. മനോജ് വലഞ്ചുഴി എന്ന് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തോ കാരണം കൊണ്ട് അറിയപ്പെടുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. 20 കൊല്ലമായിട്ട് കലാഫീൽഡിലുണ്ട്. ഏത് ഫീൽഡിലാണ്? കലയിൽ മിമിക്സ് ആണ്. മിമിക്രിയിൽ 20 വർഷമായിട്ടുണ്ടോ? അപ്പൊ നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? രമേശ് ചേട്ടനായിട്ട് കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചിട്ടാണ്? ചെയ്തിട്ടുണ്ട്. ആണല്ലേ? 20 വർഷമായപ്പോൾ ഇഷ്ടംപോലെ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്ന ആള് തന്നെയാണ്. പ്രോഗ്രാമൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് മെഗാ ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് ഒന്നുമില്ല. അപ്പോൾ ഒരു അടിപൊളി പെർഫോമൻസ് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. രമേശ്, സുരേഷ്, രതീഷ്, സതീഷ്, സുമേഷ്, ഈ പേരുകളൊക്കെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന പേരുകളാണ്. അതെ. നമ്മൾ നിസ്സാരമായിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതുകയാണെങ്കിൽ ആദ്യം നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന പേരാണ് രമേശ്. വിക്രമൻ എന്നൊക്കെ എഴുതാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ആ പേരിലുള്ള സുരേഷിനെ നമ്മളിങ്ങനെ വലിക്കുകയാണ്. സുരേഷ് തത്തെ കൊണ്ട് കൊത്തിച്ചിങ് എടുത്തു. സുരേഷിനെ തത്തെ കൊണ്ട് കൊത്തിച്ച് എടുക്കുകയാണ്. സുരേഷ് ഏകദേശം 30 വയസ്സിന് മേളിലുള്ളവർക്ക് മാത്രം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പേരാണ്. അതായത് സുരേഷിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടനായതുകൊണ്ടാണോ, സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ടാണോ, പഠിക്കാൻ തീരെ അവശനായതുകൊണ്ടാണോ, എല്ലാവരും പറഞ്ഞതും പഠിപ്പിച്ചതും എന്നെ പറ്റിച്ചതെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരു സുരേഷിൻ്റെ കഥ. അതെ രമേശേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചേ, നമ്മുടെ കുഞ്ഞുങ്ങൾ മണ്ണിൽ കളിക്കുമ്പോൾ നമ്മൾ അവരോട് എന്താണ് പറയാറുള്ളത്? മണ്ണിൽ കളിക്കരുതെന്നാണ് പറയാറ്. കയ്യിലൊക്കെ ചൊറി വരും, അങ്ങനെ മണ്ണിൽ കളിക്കരുതെന്ന് പറയും. പക്ഷേ ഈ സുരേഷിനെ 3.5 വയസ്സിൽ മണ്ണിൽ എഴുതാൻ കൊണ്ടിരുത്തി. ആശാട്ടി കൈയുടെ വിരൽ പിടിച്ച് മണ്ണിൽ ഉരച്ചിട്ട് ഇക്ഷാറ ഇണ്ണാറ വരെ പഠിപ്പിച്ചു. അറിയോ? അന്നേരം തന്നെ സുരേഷിൻ്റെ മനസ്സിൽ ഒരു ചതിവ് കയറിയിട്ടുണ്ട്. അച്ഛനും അമ്മയും എന്നെ പറ്റിക്കുകയായിരുന്നു, മണ്ണിൽ കളിക്കില്ലെന്ന് അച്ഛനും അമ്മയും പറഞ്ഞായിരുന്നു. ഇപ്പം മണ്ണിൽ എന്നെ എഴുതാൻ കൊണ്ടിരുത്തി. ഈ സുരേഷിനെ 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തു. ഞാൻ പറഞ്ഞില്ലേ 30 വയസ്സിന് മേലോട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് അറിയാം ഈ സുരേഷ് ആരാണെന്ന്. 1ാം ക്ലാസ്സിലെ മലയാളം പാഠാവലിയിൽ സുരേഷ് ആദ്യം കേൾക്കുന്നു ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്രൂ ക്രൂ. സുരേഷ് തിരിഞ്ഞു നോക്കി, മുറ്റത്തൊരു മൈന. അന്ന് തൊട്ട് സുരേഷ് തിരിഞ്ഞു നോക്കി നടക്കുവാണ് ഈ മൈനെ. ഈ ക്ലാ ക്ലാ ക്രൂ ക്രീക്ക് നടക്കുന്ന മൈനെ തപ്പി അന്ന് സുരേഷ് നടക്കുക. ഇതൊക്കെ പറഞ്ഞാലും സുരേഷിനെ പറ്റി പറയുമ്പോൾ സുരേഷിൻ്റെ അച്ഛനെ പറ്റി പറയാതിരിക്കുന്നത് ഭയങ്കര നഷ്ടമായിപ്പോവും. സുരേഷിൻ്റെ അച്ഛൻ കയ്യിൽ 5 പൈസ ഇല്ല, പേരോ ധനപാലൻ. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തടത്തെല്ലാം കയറി എന്ന് വിരകുന്ന ഒരു സ്വഭാവമുണ്ട്. ഈ സുരേഷിൻ്റെയും ധനപാലൻ്റെയും വീടിൻ്റെ അടുത്തായിട്ട് ഒരു മരണം സംഭവിച്ചു. ഒരു അപ്പൂപ്പൻ മരിച്ചു. അവിടുത്തെ ശശിയുടെ വിജയൻ്റെയൊക്കെ അച്ഛനാണ് മരിച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വിജയനും ശശിയുടെ ഭയങ്കര തർക്കം. വിജയൻ പറഞ്ഞു അച്ഛനെ ദഹിപ്പിക്കാം. ശശി പറഞ്ഞു വേണ്ട, കുഴിച്ചിടാം, കത്തിക്കാം എന്ന് പറഞ്ഞപ്പോൾ ധനപാലൻ ചാടിക്കയറി ചോദിച്ചു, ആ കിടക്കുന്നത് മരിച്ചു പോയതിൻ്റെ തന്തയാണോ അതോ മസാല പുരട്ടിയ കോഴിയാണോ? ഈ വിജയൻ അച്ഛൻ മരിച്ചതിൻ്റെ ദുഃഖം കൊണ്ടാണോ സ്ഥിരമുള്ള പരിപാടികളാണെന്നോ അറിയത്തില്ല. വിജയൻ അന്നേരം ഇച്ചിരി അടിച്ചിട്ടിരിക്കുമായിരുന്നു. ധനപാലൻ്റെ ചെവിക്ക് നോക്കി ഒരൊറ്റ അടി അടിച്ചിട്ട് പറഞ്ഞു, ഈ വിജയൻ പറയുക എടാ മരിച്ചു കിടക്കുന്നതിൻ്റെ അച്ഛനെ കോഴിയാക്കിയോടാ നീ. പ്രത്യേകിച്ച് പണിക്കൊന്നും പോകാത്ത ഈ ധനപാലന് വേറൊരു ചെറിയ പന്ന സ്വഭാവം ഉണ്ടായിരുന്നു, ഒരു അഴുക്ക് സ്വഭാവം ഉണ്ടായിരുന്നു. രാത്രി തേങ്ങ മൂട്ടിക്കുന്ന പരിപാടി. ഈ രാത്രി മഴയാണെങ്കിൽ ചിലപ്പം പകലും കയറി മൂട്ടിക്കും. ഈ ധനപാലൻ ഒരു ദിവസം വർഗീസ് സാറിൻ്റെ പറമ്പിൻ്റെ സൈഡിൽ കൂടെ പോയപ്പോഴേ ഒരു തേങ്ങ ഒരുപാട്, വർഗീസ് സാറിൻ്റെ തേങ്ങ ഒരുപാട് നിൽക്കുന്നു. ധനപാലൻ വിചാരിച്ച് ഇന്ന് ചൂണ്ടിയേക്കാന്ന്. ധനപാലന് കാവ്യമുണ്ടി കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. മുണ്ടിൻ്റെ തുമ്പലാണ് ഇതിൻ്റെ അടുത്ത് കുലുക്കിയിട്ട് അടിക്കട വളച്ച് ഇപ്പുറത്ത് കയറ്റി കൊളുത്തിയിട്ടു. നേരെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ലൂണായി പോകുന്ന പോലിരിക്കും കണ്ടു കഴിഞ്ഞു. എന്നിട്ട് ഈ ധനപാലൻ തെങ്ങയെ തൊട്ട് വെച്ചിട്ട് നേരെ ഇതേ കയറി തെങ്ങ കയറി പകുതിക്കായപ്പം വർഗീസ് സാർ ദൂരെ നിന്ന് വരുന്നത് ഇവിടുന്ന് കണ്ടു. വീഗാലാൻഡിലെ റൈഡറെ വരുന്ന പോലെ നേരെ ഒരൊറ്റ നിരക്കുക ഈ ധനപാലൻ. നിരങ്ങി താഴെ വന്ന് കുത്തിയിരിക്കുക. അപ്പോഴത്തേന് വർഗീസ് സാർ കണ്ടു, ഒരാൾ അവിടെ വന്നിരിക്കുന്നത് കണ്ടു. വർഗീസ് സാർ ചോദിച്ചു, ആരാണ് എൻ്റെ ഇത് എന്തെടുക്കുവാടാ? അപ്പോൾ ഈ ധനപാലൻ പറയുക, സാറേ വെളിക്കിരിക്കുവാന്നേന്ന്. വർഗീസ് സാർ ഒറ്റ ചിരി, ഭയങ്കര ചിരി. അപ്പോൾ ഈ ധനപാലൻ വിചാരിച്ചു എന്തുവാടാ, അദ്ദേഹത്തിൻ്റെ അയ്യത്ത് കയറി പരിപാടി കാണിച്ചിട്ട് അദ്ദേഹം എന്തിനാ ചിരിക്കുന്നേ? സാർ എന്തിനാ ചിരിക്കുന്നേ? ഈ വർഗീസ് സാർ പറയാ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കോണ കൊടുത്തോട്ട് കക്കൂസി പോകുന്നത്. പണ്ടൊരാളെ ഇതുപോലെ ഒരാളുടെ തെങ്ങൻ പറമ്പിരുന്ന് വെളിക്കിരിക്കുക. അപ്പോൾ നല്ല ദൂരമുണ്ട് പറമ്പിൽ, വ്യക്തമല്ല, നല്ല ദൂരെയാണ്. ഇവിടുന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചു, ഈ ഓണർ വിളിച്ചു, ആരാ വെളിക്കിരിക്കുന്നത്? ഇപ്പം ഇയാൾ ആരാ വെളിക്കിരിക്കാത്ത? അദ്ദേഹത്തിൻ്റെ മകനായ ഈ സുരേഷിന് 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഇദ്ദേഹം ക്ലാസ്സിൻ്റെ ബാക്ക് ബെഞ്ചിൽ സുരേഷ് ഇരിക്കത്തുള്ളൂ. അപ്പോൾ സുരേഷിനോട് ഞങ്ങൾ ചോദിച്ചു, ബാക്ക് ബെഞ്ചിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ് ഈ മണ്ടന്മാരായിട്ടുള്ള പിള്ളേരല്ലേ ബാക്ക് ബെഞ്ചിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ സുരേഷ് പറയാം, അവിടെ ഇരുന്ന് ക്ലിയർ ആയിട്ട് കാണാനും പഠിക്കാനും പറ്റും, അതുകൊണ്ട് ബാക്ക് ബെഞ്ചിൽ കയറി ഇരുന്ന പോടാ
അതൊക്കെ ഒന്ന് മണ്ടത്തരമല്ലേ പറയുന്നത്. പിന്നെ സിനിമാ ടിക്കറ്റ് എടുത്ത് ബാൽക്കണി ഇരിക്കുന്ന ഒരു മണ്ടന്മാരാണ്. അങ്ങനെ 8ാം ക്ലാസ്സായി സുരേഷ്. 8ാം ക്ലാസ്സായി കഴിഞ്ഞപ്പം ഇത് റിസൾട്ട് കിട്ടിയപ്പോൾ പ്രോഗ്രസ് കാർഡിനകത്ത് അച്ഛനെ കൊണ്ട് ഒപ്പിടിപ്പിക്കണമായിരുന്നു. അച്ഛനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ കൊണ്ടുവന്നപ്പം ഈ ധനപാലൻ ഇങ്ങനെ ഇരിക്കുക, വീട്ടിൽ ഇരിക്കുക. അപ്പം നേരം വെളുത്ത് സുരേഷ് വീണ്ടും സ്കൂളിലോട്ടോ എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പം ഈ ധനപാലൻ ജന്മം കൊടുത്തോണ്ടാണെന്നോ അച്ഛനെന്നുള്ള ഒരു വിളി കാരണമാണെന്നോ സുരേഷിന് ഈ ധനപാലനെ പുച്ഛമാണ്. ധനപാലൻ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സുരേഷ് ഇറങ്ങി പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ട്രാഫിക് പോലീസുകാർ ചെക്കിങ്ങിന് ഇരിക്കുമ്പം ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്ന ചില ചെറുപ്പക്കാരുടെ മുഖഭാവമാണ് അദ്ദേഹത്തിനോട് ഇടയിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ. അപ്പോൾ സുരേഷ് ഇങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് ധനപാലൻ അവിടെ ഇരുന്നിട്ട് സുരേഷ് അങ്ങോട്ട് മാറിയിട്ട് പറയും, പറഞ്ഞ ശില്പം ഉണ്ടാക്കി വെച്ചിട്ട് കാനായി കുഞ്ഞിരാമൻ്റെ പൂച്ചം കണ്ടോന്ന്. എന്നിട്ട് ഈ ധനപാലൻ പറയും, എടാ നീ ആ എഞ്ചിനീയർ തോമസ് സാറിൻ്റെ മകനെ കണ്ടുപിടിക്കുക, അവൻ അമേരിക്കയിലാണ്. അപ്പോൾ സുരേഷ് തിരിഞ്ഞെന്ന് പറയും, ഡോക്ടർ ധനപാലൻ്റെ മകനും അമേരിക്കയിൽ പോകാൻ കൊതിയുണ്ടെന്ന്. ഈ ധനപാലൻ അടുക്കളയിലോട്ട് വിളിച്ചിട്ട് ഓമനെ വിളിക്കും, ഭാര്യയെ വിളിക്കും. ഭാര്യ ഈ ധനപാലനെ വിളിക്കുന്നത് എന്താ മനുഷ്യ എന്നാണ് വിളിക്കുന്നത്. കാരണം ആടിനെ ഇയാളെ മാത്രമേ ഇവർ കണ്ടിട്ടുള്ളൂ ജീവിതത്തിൽ. അതുകൊണ്ട് എന്താ മനുഷ്യ എന്ന് വിളിക്കും. അപ്പോൾ ചോദിക്കും, ഈ ഓമനെ ഇവനെന്നെ വിളിച്ചത് കേട്ടോ, ഡോക്ടർ ധനപാലെന്ന്. അപ്പോൾ ഓമന അടുക്കളയിൽ നിന്ന് ഒരു കോടാലിയുമായിട്ട് വന്നിട്ട് ഈ ധനപാലൻ ഇറങ്ങിയിട്ട് പറയും, ഡോക്ടർ ധനപാലൻ ആ കിടക്കുന്ന മരം ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് തരും. കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കത്തിൽ ചെങ്ങന്നൂർ സുരേഷ് പോയി, രക്ഷാപ്രവർത്തനം തന്നെ. അപ്പോൾ അന്ന് പിന്നെ ബോട്ട് പോകുന്നതും ഹെലികോപ്റ്റർ പോകുന്നതൊക്കെ മേളിലോട്ട് നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ. കാരണം വീടിൻ്റെയൊക്കെ മുകളിൽ കൂടെ ഈ 2 എണ്ണം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ സുരേഷും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി, ആരെങ്കിലും അപ്പോൾ ഈ ബോട്ട് അരിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോ വീടിൻ്റെ പടിക്ക് ചെല്ലുമ്പോൾ സുരേഷ് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും ഉണ്ടോ, രക്ഷപ്പെടാൻ ആരെങ്കിലും ഉണ്ടോ ചോദിക്കുമ്പോൾ ഒരു വീട് 2 നില വീടിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ എത്തി നോക്കിയിട്ട് പറഞ്ഞു, എന്നെക്കൊണ്ട് രക്ഷപ്പെടുത്തണേ എന്ന് പറയുമ്പോൾ ഇവർ പെട്ടെന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി കരയ്ക്ക് എത്തിക്കാൻ തുടങ്ങും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ബ്രീക്കേറ്റ്സ് ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ചോദിച്ചു, കരയ്ക്ക് എത്തിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, താങ്കളെ ഞങ്ങൾ ഏത് ക്യാമ്പിലാക്കണം? ഞാൻ എന്നെ ക്യാമ്പിലൊന്നും ആക്കണം, ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കോളാം. അപ്പോൾ താങ്കളുടെ വീടല്ലായിരുന്നു അതെന്ന്. ഞാൻ വെളുപ്പിനെ 2 മണിക്ക് അവിടെ മോട്ടിക്കാൻ കയറിയത്, അന്നേരം വെള്ളം കയറിയാണ്. ഒരു ദിവസം ധനപാലൻ ഈ തേങ്ങ മോട്ടിക്കുന്നതിനിടയ്ക്ക് നോർമലായിട്ട് വഞ്ചി എന്ന് കുത്തിപ്പൊട്ടിക്കാൻ ശ്രമിച്ചു. വഞ്ചി കുത്തിപ്പൊട്ടി കാണിക്ക, നമ്മളവിടെ വഞ്ചി എന്നാണ് പറയുന്നത്, കാണിക്ക വഞ്ചി കുത്തിപ്പൊടിച്ചിട്ട് അതിനകത്തിലെ നോട്ടുകൾ മുട്ടൊഞ്ഞ് കൊണ്ടുവന്നു. പിറ്റേ ദിവസം ആൾക്കാർ പിടിച്ചപ്പോൾ പറയുന്നത് എന്താ അറിയോ, ഈ നോട്ട് അതിനകത്ത് തിങ്ങിയിരിക്കുന്നതുകൊണ്ട് മറ്റേ ആൾക്കാർക്ക് ചില്ലറ ഇടാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റിയതാണ്. നമ്മുടെ അവിടെ കാണിക്ക വഞ്ചിയുടെ മുകളിലൊരു ഭദ്രകാളിയുടെ പടമുണ്ട്. 16 കയ്യുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണിക്ക വഞ്ചിയുടെ ആ സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയതിൽ തന്നെ ഒരു ഭദ്രകാളിയുണ്ട്. അപ്പം ഒരു ദിനമണി എന്ന് പറഞ്ഞൊരു ടൈലറുണ്ട്. അപ്പോൾ പുള്ളി അമ്പലത്തിൽ പോകണടിക്ക് തിരിച്ചു വന്നിട്ട് കാണിക്ക വഞ്ചിയുടെ അടുത്തുകൂടി ഇങ്ങനെ ഭയങ്കര പമ്മി നടന്നിട്ടൊക്കെ ഒരു നോട്ടമൊക്കെ. അപ്പം അമ്പല കമ്മിറ്റിക്കാർ പറഞ്ഞ്, ദിനമണി എന്നെ കാണിക്കുന്നത്, പുള്ളി വഞ്ചി മുട്ടിക്കാനുള്ള പരിപാടി ഉണ്ടോ, അതിൻ്റെ അടുത്തുനിന്ന് മാറണല്ലോ, ചുറ്റും നടക്കണ്ട, 2 ദിവസമായിട്ട് ചുറ്റും നടക്കണ്ടല്ലോ. ഇനി പതുക്കെ ദിനമണിച്ചേട്ടനെ പിടിച്ച് ദിനമണിച്ചേട്ടൻ ഇങ്ങനെ ഭദ്രവാളിയുടെ ബാക്കിൽ ഇങ്ങനെ നോക്കിക്കോട്ടെ. ദിനമണി എന്നെ ഇവിടെ നിൽക്കണം, എന്താ നോക്കണം എന്നാ പുള്ളി. അതല്ല നീ ഈ ബ്ലൗസ് എങ്ങനെ തയ്ക്കുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടിയിട്ടില്ലെന്ന്. 16 കൈയുള്ള ബ്ലൗസ് പുള്ളിക്ക് ഒരു രീതിക്ക് മനസ്സിലാവുന്നില്ല, തയ്ക്കുന്നത് എങ്ങനെയാണ്. അതുപോലെ ഈ ധനപാലൻ വേറൊരു പരിപാടികൾ കാണിക്കും. ഈ ധനപാലൻ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ ദേവിയൊക്കെ ഇരിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ ഇറമ്പിക്കിടെ നടന്നു പോകുന്ന കൂട്ടത്തിൽ പറയും, ദേവി എനിക്കൊരു 100 രൂപ, അങ്ങോട്ട് പോകുമ്പോൾ ഒരു 100 രൂപ കളഞ്ഞു കിട്ടണേ, 50 രൂപ ഞാനങ്ങ് തന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഈ ധനപാലൻ പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് തിരിയുകയും 50 രൂപ കിടക്കുന്നു. 50 രൂപ എടുത്ത് പോക്കറ്റ് ഇട്ടിട്ട് തിരിഞ്ഞ് ഇന്ന് ദേവിയെ നോക്കി ധനപാലൻ പറയുക, ചുമ്മാ തമാശ ഞാൻ പറഞ്ഞത്, അപ്പോഴത്തേന് 50 അങ്ങ് എടുത്തു. അങ്ങനെ ഈ ധനപാലൻ്റെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ സുരേഷ് രക്ഷപ്പെടുത്തി കരക്ക് കൊണ്ടുപോയ ഈ കള്ളനല്ലേ, കള്ളനെ പിറ്റേ ദിവസം ക്യാമ്പിൽ നിന്ന് പിടിച്ചു. പെണ്ണുങ്ങളുടെ ഇടയിൽ നൈറ്റ് കിട്ടുകൊണ്ട് കിടക്കുമായിരുന്നു. ഈ കള്ളനെ പിടിച്ചു, എടാ പെണ്ണുങ്ങളുടെ ഇടയിൽ നൈറ്റ് കിട്ടുകൊണ്ട് എന്തിനാ കിടന്നേ? എടാ തുണിയൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയത് ഈ നൈറ്റിയാന്ന്. എന്നാൽ പിന്നെ ആണുങ്ങളുടെ ഇടയിൽ ഇപ്പോൾ കിടക്കത്തില്ലായിരുന്നു. എന്തോ വിശ്വസിച്ച് ഞാൻ നൈറ്റ് കിട്ടുന്ന ആണുങ്ങളുടെ ഇടയിൽ കയറി കിടക്കുന്നു. ഒരു ബസ്, ഒരു KSRTC ബസ് അവൻ്റേതാണ്. വർഷങ്ങൾ കൊണ്ട് അവൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവന് കിട്ടാനുള്ള ബാലൻസ് ഉണ്ട്. ഈ 50 പൈസ 1 രൂപയൊക്കെയായിട്ട് കിട്ടാനുണ്ട്. അപ്പോൾ ഒരു ദിവസം അവന് പത്തനംതിട്ടയിൽ നിന്ന് എറണാകുളത്തിന് വരുന്ന സമയത്ത് ടിക്കറ്റ് എടുത്തില്ല. ചങ്ങനാശ്ശേരി വെച്ച് കണ്ടക്ടർ വെച്ച്, എവിടെ പോവാ? എറണാകുളം വരെ പോവാ. ആ ടിക്കറ്റ് എടുക്കാൻ എന്താ? ഞാൻ എടുക്കത്തില്ല. അതെന്താ? എടോ ഇത്രയും വർഷം കൊണ്ട് ഞാൻ തരുന്നതിൻ്റെ ബാലൻസ് നിങ്ങൾ തരാനുള്ള പൈസ കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് എൻ്റെയാണ്. വർഷങ്ങൾക്ക് ശേഷം ഈ സുരേഷിനെ ഞാൻ പത്തനംതിട്ട ടൗണിൽ വെച്ച് കണ്ടുപിടിച്ചു. സുരേഷ് ഭയങ്കര അവശനായി, കൈയുടെ നഖമൊക്കെ കരിമ്പ് തിന്നുന്ന പോലെ ഞാൻ കടിച്ചിളക്കിക്കൊണ്ടിരിക്കുകയാണ്, ടെൻഷനാണ്. സുരേഷിനെ ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയടാ?
അച്ഛനൊക്കെ തീരെ സുഖമില്ലാതായി, കൈ പൈസ ഒന്നുമില്ലടാ, 12,000 രൂപ എനിക്ക് തരാമോ എന്ന് ചോദിച്ചപ്പോൾ സുരേഷാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് വല്ല പണിക്കും പോകരുതോ? സുരേഷ് പറഞ്ഞു, എനിക്ക് സർക്കാർ ഉദ്യോഗമായിരുന്നു വലിയ ആഗ്രഹം, പക്ഷേ എനിക്ക് കിട്ടിയില്ലടാ. ഓ, സൗന്ദര്യമോ ഇല്ലാത്തതിൻ്റെ ആയിരിക്കും എനിക്ക് സർക്കാർ ഉദ്യോഗം കിട്ടിയില്ല. അടാ, സൗന്ദര്യത്തിനല്ല, അത് പഠിച്ചാൽ മതിയായിരുന്നു. ഞാൻ പണ്ട് പഠിക്കുമായിരുന്നടാ, പക്ഷേ സാറുമാർ എനിക്ക് മുട്ടയായിരുന്നു തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞേടാ, സാറുമാർ നിനക്ക് മുട്ടയല്ല തന്നുകൊണ്ടിരുന്നത്, അവർ വട്ടം വരച്ച് കാണിക്കുമായിരുന്നു. പഠിക്കാതെ നീ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ നീ വട്ടം കറങ്ങി നടക്കുമെന്നുള്ളൊരു സിഗ്നലാണ് സാറുമാർ ആ വരച്ച് കാണിച്ചതെന്നാണ്. താങ്ക് യു. മനോജ് വലഞ്ചുഴി വൻ പ്രകടനമായിരുന്നു. നമ്മളിവിടെ നമ്മൾ പറഞ്ഞില്ലേ, വിധി നിർണ്ണയം ഒന്നും ഇല്ല കേട്ടോ, അതിനുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ അത് തുറന്നു പറയാമല്ലോ. ഗംഭീരമായിരുന്നു. ധനപാലനെയും എനിക്കറിയാം, സുരേഷിനെ എനിക്കറിയാം, ഓമന ചേച്ചിനെ എനിക്കറിയാം, അവരുടെ വീട്ടിലെ ആടിനെ വരെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്നുള്ളതാണ് അല്ലേ? അതല്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോ ഉപമകൾ പറയുന്നില്ലേ? ആ ഉപമകള് നല്ല രസമാണ്. ലൂണേമേ പോകുന്നത് പോലെ ലൂണെ പോവാ, ഉഴുന്നോടെ കൈയിട്ട് വെക്കുക, പിന്നെ വെള്ളപ്പൊക്കത്തിന്റെ ക്യാമ്പ്, അതെല്ലാം ഈ ധനപാലനും ക്യാരക്ടറും എല്ലാം നമുക്ക് വളരെ ഗംഭീരമായിട്ട് തോന്നി. എക്സലന്റ് പെർഫോമൻസ് ആയിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. ക്യാമ്പിൽ പോയതിൻ്റെ ഒരു ആമനത്താത്തയുടെ വിറ്റുണ്ടോ അറിയില്ലേ? ഇല്ല. ക്യാമ്പിൽ ക്യാമ്പിൽ പോയി. അപ്പം ബീരാനിക്ക പ്രളയത്തിൽപ്പെട്ട അതിനെപ്പറ്റി ആമനത്താത്ത പറയുന്നത്, ബില്ലാലമീനായ തമ്പുരാനെ മോനെ, ഈ വെള്ളം കൂടെ പൊങ്ങി വന്നപ്പോൾ ഉണ്ടല്ലോ മോനെ, ഇവിടെ അരയ്ക്കൊപ്പം വെള്ളം വന്നു. അപ്പോൾ ഞാൻ വീരാനിക്കയുടെ അടുത്ത് പറഞ്ഞു, വാ നമുക്ക് പോവാം, രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. അപ്പോൾ വീരാനിക്ക പറഞ്ഞു, നീ പോക്കോ, ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു. അവസാനം പെരയുടെ മുകളിൽ വെള്ളം വന്നു, പുള്ളി പെരയുടെ മുകളിൽ കയറിയിരിക്കുക. അവസാനം മത്സ്യത്തൊഴിലാളികൾ വഞ്ചിയായിട്ട് ചെന്നു പുള്ളിയുടെ അടുത്ത് കയറാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു. പുള്ളിയുടെ ഉന്നം മറ്റതായിരുന്നു. ഏത്? ഹെലികോപ്റ്റർ വരുമല്ലോ. അങ്ങനെ അവസാനം മന്ത്രിയൊക്കെ ഇടപെട്ടു. അവസാനം നേവിക്കാരെ വിളിച്ചു, സേവിക്കാരെ വിളിച്ചു, സേവി തന്നെ ചാവി അന്വേഷിച്ച് നടക്കണം ഇത് ഓൺ ചെയ്യാൻ. അങ്ങനെ ഈ വിമാനം ഈ ഹെലികോപ്റ്ററായിട്ട് നേരെ വീടിൻ്റെ മുകളിൽ വന്നു. അപ്പോൾ ഈ ഹെലികോപ്റ്റർ താത്താൻ പറ്റണില്ല, തെങ്ങൊക്കെ കുന്തം പോലെ മുകളിലേക്ക് കാലേ താത്താൻ പറ്റില്ല. അതിന് കയറിൻ്റെ കോണി ഇറക്കി കൊടുത്തു. ഇക്കാൻ്റെ അടുത്ത് തൂങ്ങി കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ തൂങ്ങി കിടന്നു. ഇക്കാനെ പൊക്കിയെടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി പോനെ. അതിലും ഭേദം ഇക്ക മയ്യത്താവുണ്ടായിരുന്നു. ഇക്കാനെ ഇങ്ങോട്ട് പൊക്കിയെടുത്തപ്പോഴേ ഈ ഹെലികോപ്റ്ററിൻ്റെ പങ്ക ഇങ്ങനെ ഇടുന്ന് കറങ്ങല്ലേ, അതിൻ്റെ കാറ്റത്ത് ഇക്കാൻ്റെ ഉടുമുണ്ട് പറന്ന് അടുത്ത പഞ്ചായത്തിൽ പോയി. ഈ പ്രതിഷ്ഠേനെ എല്ലാ ജില്ലയും കാണിച്ച് നേരെ കോവളത്ത് കൊണ്ട് ഇറക്കി. അങ്ങനെ താത്ത ക്യാമ്പിൽ ചെന്ന കഥ. അപ്പം ഈ സാധനം മറ്റേ ഇത് പറഞ്ഞില്ലേ, നൈറ്റ് ഇട്ട് അത് ഇത്ത പറയുന്നുണ്ട്, വൈകുന്നേരം ആകുമ്പോൾ പെണ്ണുങ്ങളുടെ തള്ളിച്ചങ്ങടെ തുടങ്ങും മോനെ. വൈകുന്നേരം ആകുമ്പോൾ തുണിക്കെട്ട് ഇങ്ങോട്ട് വരും. നിങ്ങൾ നിന്നെ കക്കാന്ന് വേണ്ടി ചിരിക്കുക, അതല്ല ഉദ്ദേശിച്ചത്. ഈ തുണിക്കെട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അത് പിടിക്കാനായിട്ടുള്ളൊരു പോക്കാണ്. ചിലർക്ക് സാരി കിട്ടി, ചിലർക്ക് ബ്ലൗസ് കിട്ടി, ചിലർക്ക് ചുരിദാർ കിട്ടി. ഞാൻ ചെന്നപ്പോൾ എനിക്കും കിട്ടി 2 എന്ത്? ഈ കാലുമ വരുന്ന സാധനത്തിൻ്റെ പേരെന്തിട്ടാ? ചെരുപ്പ്. എല്ലാം നെയ് അരച്ച് മേളിലേക്ക് ഇങ്ങനെ ലെഗിൻസ്. എനിക്ക് ലെഗിൻസ് ഇട്ടാൽ കൊള്ളൂല്ലേ? എനിക്ക് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഇദ്ദേഹം സംസാരിച്ചപ്പം എനിക്ക് ഈ അവസരത്തിൽ ഒരു പക്ഷേ ഇവിടെ ചലച്ചിത്ര ഗാനങ്ങളുടെ ബുക്ക് വിൽക്കുന്ന അത്രയും തന്നെ മതിപ്പോടുകൂടി വിറ്റിരുന്നതും ചലച്ചിത്ര ഗാനങ്ങളിലെ കാസറ്റ് വിറ്റതിനൊപ്പമോ അതിനേക്കാൾ കൂടുതലോ കാസറ്റുകൾ വിറ്റിരുന്നതുമായിട്ടുള്ള ഒരു പ്രതിമയാണ് വി ഡി രാജപ്പൻ ചേട്ടൻ. വി ഡി രാജപ്പൻ ചേട്ടൻ്റെ ഒരു സംസാരത്തിൻ്റെ ഒരു ശൈലിയൊക്കെ ഉണ്ട്. നിങ്ങൾ അതിനെ അനുകരിക്കുന്നു, അതുപോലെ ഒന്നും അല്ല നിങ്ങൾ പറയുന്നത്. പക്ഷേ നിങ്ങൾ സംസാരിക്കുമ്പം നമുക്കത് ഓർമ്മ വരുന്നുണ്ട് പല സന്ദർഭങ്ങളിൽ. അതൊരു കോംപ്ലിമെൻ്റ് ആയിട്ടാണ്. ധനപാലൻ എന്നൊക്കെ പറഞ്ഞ ആള് ഒരു വിഷ്വലാണ് നമ്മുടെ എല്ലാം മനസ്സിൽ. അത്രയും ഗംഭീര പെർഫോമൻസ് ആണ് കേട്ടോ. ഇതുപോലത്തെ ഒരു സുരേഷ് ഞങ്ങളുടെ നാട്ടിലുണ്ട്. പുള്ളീനെ ഞങ്ങൾ പടയപ്പാന്ന് വിളിക്കുന്നത്. ആനാ പുള്ളി കള്ളു കുടിക്കില്ല, അങ്ങനെ ചീട്ട് കളിക്കില്ല, അങ്ങനെയുള്ള ഒരു അനാവശ്യ സ്വഭാവങ്ങളും ഇല്ല. പക്ഷെ പുള്ളി മാസത്തിലൊരിക്കൽ കള്ളു കുടിക്കും. അന്നുണ്ടാക്കുന്ന പ്രശ്നം ഒരു മാസത്തേക്ക് ഉണ്ടാവും. ആ പ്രശ്നത്തിലൊക്കെ ഒരു മാസം ഉണ്ടാവും. അതിന് പുള്ളി ഷാപ്പിൽ വന്നു കഴിഞ്ഞാൽ ആരും പുള്ളിനെ മൈൻഡ് ചെയ്യില്ല. കാരണം പുള്ളി വരുന്നത് പ്രശ്നം ഉണ്ടാക്കാനാണ്. വന്നിരിക്കുന്ന അടുത്ത ആളുടെ കള്ളെടുത്താണ് കുടിക്കും. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇതറിയാവുന്നത് കൊണ്ട് ആരും മിണ്ടൂല. കള്ളെടുത്ത് കുടിച്ച് നിന്റെ കള്ളെടുത്ത് ഞാൻ കുടിക്കണം, നീ കുടിച്ചോ, നീ കറിയാൻ തിന്നു, ആ തിന്നോ, ഷാപ്പുകാരുടെ കാശ് ഞാൻ തരണ്ടാടാ. അങ്ങനെ അവസാനം ഇയാൾക്ക് ഒരു രക്ഷയില്ല. ആരായിട്ടും വഴക്കുണ്ടാക്കാൻ പറ്റുള്ള ഇയാൾക്കാണെങ്കിൽ പല്ലും കടിച്ചിട്ട് ആരെങ്കിലും വഴക്ക് ചെയ്യാൻ വേണ്ട, ആരെങ്കിലും എതിർത്താലേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഷാപ്പിലെ പട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ പുള്ളിക്ക് പട്ടി കിട്ടണം, ഒറ്റ അടിയാൻ കൊടുത്തു.
പാട്ടി എത്ര കുടീനെ കണ്ടേക്കണം അങ്ങോട്ട് മാറി കൊടുത്തു നേരെ സിമെന്റിന്റെ കാശ് ബെഞ്ച് ചെന്നിട്ട് കാലാട്ടിച്ചിട്ടല്ല ഓട്ടോറിക്ഷ പോണിങ്ങനെ. കള്ളുകുടിയുടെ ആയിരുന്നു. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇവൻ കള്ളു കുടിച്ചിട്ട് ഒരു ഓണത്തിൻ്റെ അന്ന് വീട്ടിൽ വന്നിട്ട് ഉച്ചയ്ക്ക് ഇത്തിരി കയ്യിന്ന് പോയി, ചെറുതായിട്ട് കയ്യിന്ന് പോയി പുള്ളി. എന്നിട്ട് പായസം എടുത്ത് ഒഴിച്ച് മറച്ച് ടേബിളിൽ പുളിശ്ശേരി തട്ടി മറച്ച് കീറിയിട്ട് അത് ഒലിച്ച് ഷർട്ടേ വീണത്. അപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിട്ട് ഇവനോട് പറഞ്ഞു, നീ ഇങ്ങനെ കുടിക്കല്ലേ മോൻ, ഇങ്ങനെ കുടിച്ചിട്ടാണോ വരുന്നത്, ഓണം നല്ലൊരു ഓണമായിട്ട് ഉച്ചയ്ക്ക് തന്നെ കള്ളു കുടിച്ചെന്നൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നമൊക്കെ ആയി. ഇവൻ അതങ്ങനെ ഒരു വലിയ കറയായിട്ട് ഇവൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. പക്ഷേ അടുത്ത ഓണത്തിന് ഇവൻ കുടിച്ചു. അടുത്ത ഓണത്തിന് ഇവൻ കുടിച്ചിട്ട് ഇവൻ അമ്പിനും ബില്ലിനും വെളിവില്ലെങ്കിലും ഇവനത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വീട്ടിൽ വന്ന് ഇരുന്നിട്ട് ഇലയെടുത്ത്. അപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്, എന്നാൽ ഇച്ചിരി പെർഫെക്ഷനുണ്ട് ഇവൻ്റെ കാര്യത്തിൽ. തൊട്ട് നക്കി കറക്റ്റ് വായിൽ ഓരോ ഉരുള വെച്ചു ഉണ്ടു സാധനം. കാരണം ഊണൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് അങ്ങനെ അറിയാണ്ട് കണ്ണി കൊണ്ട് കുത്തൊന്നുമില്ല ആരും. ഫുൾ പെർഫെക്റ്റ് ആയിട്ട് പുള്ളി ഈ ആ നാടകം മുഴുവൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. കണ്ണ് കാണാൻ വയ്യ പൂസായിട്ട്. പായസം കുടിച്ച് അമ്മ ഇല എടുത്ത് ഊണ് കഴിഞ്ഞാൽ അവനവൻ മുറ്റത്തേക്ക് കളയുമല്ലോ, പുള്ളി ഇല എടുത്ത് കളഞ്ഞു. അതോടുകൂടി വീട്ടിൽ ഭയങ്കര പ്രശ്നമായി. ഡോറ് മാറിപ്പോയി, ബെഡ്റൂമിലേക്ക് ഇലയെടുത്ത് ഒറ്റ ഏറ് കൊണ്ടിട്ട് കട്ടിലേക്ക്. എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ ഉണ്ട്. അദ്ദേഹം മദ്യപിച്ചിട്ട് അമ്മയെ അറിയാതെ വീട്ടിൽ വന്നു. അമ്മയുണ്ട്, അമ്മയ്ക്ക് അമ്മയെ അറിയിക്കില്ലല്ലോ മദ്യപിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. ഒന്നും പറയാതെ. അപ്പോൾ അമ്മ പറയേണ്ട ഭക്ഷണം കഴിക്കുന്നില്ല, രാത്രിയില്ല ചോറ്. അപ്പം ചോറ് വേണ്ടാമേ. അപ്പോൾ അദ്ദേഹം ഒത്തിരി കഴിച്ച് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് ഇത് അടിച്ചിട്ട് ചെയ്യുന്നത്. അപ്പം നേരം വെളുത്ത് അദ്ദേഹം നോക്കിയപ്പം കട്ടിലേക്ക് കിടന്ന് ഇദ്ദേഹം തന്നെ വാളടിച്ച് വെച്ചേക്കുക. അപ്പോൾ രാവിലെ എണ്ണിച്ചപ്പോൾ തലേദിവസത്തെ കാര്യം പുള്ളി മറന്നുപോയി, അടിച്ച കാര്യമൊക്കെ. രാവിലെ എണ്ണിച്ച് നോക്കിയപ്പോൾ ചോറൊക്കെ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ അമ്മയെ വിളിച്ചിട്ട് ചോദിക്കുക, അമ്മേ ചോറ് വിളമ്പി അടുത്ത് വെക്കുമ്പോൾ പറയണ്ടായോ? വാളടിച്ചതല്ല, പുള്ളി വാളടിച്ച കാര്യം പുള്ളി തന്നെ മറന്നുപോയി. പുള്ളി അടിച്ച ചോറ് വിളമ്പി വെച്ച്. മനോജ് ചേട്ടാ നല്ല പെർഫോമൻസ് ആയിരുന്നു. കുറച്ചധികം ലൈഫ് കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റി, ലൈഫ് കോമഡീസ് ഒക്കെ കേൾക്കാൻ പറ്റി. വെരി ഗുഡ്. മനോജ് ചില സമയത്ത് പ്രേംകുമാറാണെന്ന് തോന്നിപ്പോയി. അതെ അതെ പ്രേംകുമാറിന്റെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത്? പ്രേംകുമാറിന്റെ ഫിഗർ അദ്ദേഹത്തിനോടൊപ്പം ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിനോടൊപ്പം ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, അടിപൊളി.